എല്ലാവർക്കും വില്ലുമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 3-ാം സർഗത്തിലെ 5-ാമത്തെ ശ്ലോകം മുതലാണ് നോക്കാനുള്ളത്. ആദ്യം ചൊല്ലുന്ന ശ്ലോകം ശാർദൂല വിക്രീഡിതം വൃത്തത്തിലാണ്. പ്രാസം കൊണ്ട് മനോഹരമായിട്ടുള്ളൊരു ശ്ലോകമാണ് ഇത്. കന്ദർപ്പപ്രതിമല്ലകാന്തിവിഭവം കാദംബിനീ ബാന്ധവം വൃന്ദാരണ്യവിലാസിനീ വ്യസനിനം വേഷേണ ഭൂഷാമയം മന്ദസ്മേരമുഖാംബുജം മധുരിമവ്യാമൃഷ്ടബിംബാധരം വന്ദേ കന്ദളിതാർദ്രയൗവനവനം കൈശോരകം ശാർങ്കിണ. കാമൻ തന്നുകാന്തി തോൽക്കുമുടലിൽ മേഘാഭ ചേർന്നങ്ങനെ ഗോപസ്ത്രീജനലീല തന്നിലിളകും ഭൂഷാന്വിതം വേഷവും മന്ദസ്മേരമുഖാംബുജം മധുരമായുള്ളോരു ചെഞ്ചുണ്ടുമായി ശോഭിക്കും യുവശാർങ്കിതൻ്റെ ശിശുരൂപത്തെ നമിക്കുന്നു ഞാൻ. കന്ദർപ്പൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ. കാമദേവനോട് മല്ലടിക്കുന്ന കാന്തി, ദേഹകാന്തി, കാമദേവനെ അല്ലെങ്കിൽ കാമദേവനെ തോൽപ്പിക്കുന്ന ദേഹകാന്തിയോട് കൂടിയവനും, പിന്നെ കാദംബിനീ ബാന്ധവം. കദംബ എന്ന് പറഞ്ഞാൽ മേഘം. കദംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടമ്പ് വൃക്ഷം ആണ്. കദംബ എന്ന് പറഞ്ഞാൽ മേഘം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ കാദംബിനി എന്ന് പറയുമ്പോൾ മേഘക്കൂട്ടം. കാദംബിനി ബാന്ധവം എന്ന് പറയുമ്പോഴോ മേഘമാലയ്ക്ക് തുല്യനും, മേഘക്കൂട്ടത്തിൻ്റെ ശോഭ ഉള്ള അതിനോട് തുല്യമായ നിറം ഉള്ളവനും, പിന്നെ വൃന്ദാവന സുന്ദരിമാരിൽ പ്രേമാതിശയം ഗോപയുവതികളുടെ ലീലാവിലാസങ്ങളിൽ ലയിക്കുന്നവനും, വേഷേണ ഭൂഷാമയം എന്ന് പറഞ്ഞാൽ വേഷഭൂഷണങ്ങളുടെ നിറവുള്ളവനും, പിന്നെ ദേഹം മുഴുവനും ഓരോരോ ആഭരണങ്ങൾ അണിഞ്ഞവനാണല്ലോ, അതാണ് വേഷേണ ഭൂഷാന്വിതം എന്ന്, ഭൂഷാമയം എന്ന്. മന്ദസ്മേര മുഖാംബുജം, നറും പുഞ്ചിരി ഒഴുകുന്ന ആ മുഖകമലം, പിന്നെ മാധുര്യ സർവസ്വമായ അധരങ്ങളോട് കൂടിയവനും, പിന്നെ യൗവനത്തിൽ കാലൂന്നിയവനും. യൗവനം തുടങ്ങും ചെയ്തു, കൈശോരം അങ്ങോട്ട് പോയിട്ടുമില്ല എന്നുള്ള നിലയാണിപ്പോൾ കൃഷ്ണന്. തഴച്ചു വളരാൻ തുടങ്ങുന്ന യൗവനത്തിൻ്റെ കാടത്തം എന്നാണ്. അതാണ് ഇത്. വന്ദേ കന്ദളിതാർദ്ര യൗവനവനം കൈശോരകം ശാർങ്കിണ എന്നാണ്. തഴച്ചു വളരാൻ തുടങ്ങുന്ന യൗവനത്തിൻ്റെ കാടത്തം. പിന്നെ കൈശോരകം എന്ന് പറഞ്ഞാൽ യൗവനത്തിൽ കാലൂന്നിയിട്ടുണ്ട്, പിന്നെ കൈശോരം അങ്ങോട്ട് വിട്ടുപോയിട്ടുമില്ല, അങ്ങനെയാണ്. അങ്ങനെയെല്ലാമുള്ള ഇതെല്ലാം ചേർന്ന വിഷ്ണുവിൻ്റെ, അല്ലെങ്കിൽ വിഷ്ണു, ശാർങ്കി എന്ന് പറഞ്ഞാൽ വിഷ്ണു മഹാവിഷ്ണുവാണ്. ശാർങ്കിണ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചേർന്ന വിഷ്ണുവിൻ്റെ അവതാരം, ശ്രീകൃഷ്ണ അവതാരം. ആ യൗവന ആരംഭത്തെ ഞാൻ വന്ദിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ ആ ഭഗവാന്റെ കൈശോരത്തെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം 6-ാമത്തെ ശ്ലോകം വസന്തതിലകം വൃത്തത്തിലാണ്. ആമുക്തമാനുഷമമുക്തനിജാനുഭാവമാരൂഢവിഗ്രഹമഗൂഢവിദഗ്ധലീലം ആമൃഷ്ടയൗവനമനഷ്ടകിശോരഭാവമാദ്യം മഹഃ കിമപി മാദ്യതി മാനസേ മേ.
ലീലാന്വിതം മനുജവേഷമെടുത്തു വന്നിട്ടോരോ പ്രവൃത്തികളിലുണ്മയുണർത്തി മുഗ്ധം കൈശോരമോടെ യുവഭാവവുമൊത്ത കൃഷ്ണരൂപത്തിലെൻ്റെ മനമാർത്തുമതിച്ചിടുന്നു. അതാണ് ഇതിന് മുമ്പേ പറഞ്ഞത്. ബാല്യ യൗവനങ്ങൾ കൂടിയാടി കളിക്കുന്ന ആ കൗമാര ഭംഗിയുടെ വർണ്ണനാണ് ഈ ശ്ലോകത്തിലും. ഇതിൽ ലീലയാ മാനുഷ്യവേഷം, ഒരു കളിയായിട്ട് മനുഷ്യവേഷം പൂണ്ട് വന്നതാണ് മഹാവിഷ്ണു അല്ലേ. ലീലാമാനുഷൻ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ലീല കൊണ്ട് മാനുഷവേഷത്തെ അവലംബിച്ചവൻ അല്ലെങ്കിൽ സ്വീകരിച്ചവനും. എന്നാൽ ആ ദിവ്യ മഹിമ ഒട്ടും കൈവിട്ടിട്ടുമില്ല. ആ മഹാവിഷ്ണുവിൻ്റെ മഹിമ വിട്ടിട്ടുമില്ല. ഈശ്വരനാണ് എന്നുള്ള ആ കാര്യം ഓരോ പ്രവൃത്തികളിലും നമുക്ക് തെളിയിച്ചു തരുന്ന അതാണ് ആ രൂപം. പിന്നെ യൗവനത്തിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് മുമ്പേ പറഞ്ഞത് തന്നെ, യൗവനത്തിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുവാണെങ്കിലും കൈശോരത്തെ വിടാത്തവനും എന്നാണ്. ആമൃഷ്ട യൗവനം അനഷ്ട കിശോരഭാവം എന്നാണ്. യൗവനം തൊട്ട് തലോടാൻ തുടങ്ങിയിരിക്കണു, പക്ഷേ കൈശോരം വിട്ടിട്ടില്ല. കുട്ടിക്കളിയൊന്നും വിട്ടിട്ടില്ല എന്നർത്ഥം. ചെറുപ്പം വിട്ടുമാറിയിട്ടില്ല. അങ്ങനെയുള്ളവനും പിന്നെ ആ ഭഗവാന്റെ ദിവ്യരൂപം എൻ്റെ മനസ്സിൽ മത്താടിക്കളിക്കുന്നു. അങ്ങനെയുള്ള ആദ്യത്തെ അവർണ്യ തേജസ് എൻ്റെ മനസ്സിൽ മത്താടിക്കൊള്ളുക നീ മാനസമേ. അത് ഒരു കവിതയുടെ ഒരു ശകലം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നതാണ്. അങ്ങനെ മത്താടുകയാണ് എൻ്റെ മനസ്സ്, ആ മത്താടിക്കളിക്കുകയാണ് എൻ്റെ മനസ്സിൽ എന്നാണ് വില്വമംഗലം പറയണത്. അടുത്ത ശ്ലോകം. തേ തേ ഭാവാ സകല ജഗതി ലോഭനീയ പ്രഭാവാ നാനാതൃഷ്ണാസു ഹൃദി മേ കാമമാവിർഭവന്തു വീണാവേണുക്വണിതലസിതസ്മേരവക്ത്രാരവിന്ദാനാഹം ജാനേ മധുരമപരം നന്ദപുണ്യാംബുരാശേ. ലോകം സർവം വിവിധതരമാകർഷണം ചെയ്തിടുന്ന ഗോപൻ തൻ്റെ പ്രഭവമതുപോലെൻ്റെ ഹൃത്തിൽ വിളങ്ങി. വീണാവേണു നിനാദമൊഴുകെ ഫുല്ലമാകും മുഖാബ്ജം വേറെ ആർക്കും മധുരതരമായി കൺമതില്ല ജഗത്തിൽ. എല്ലാ ലോകങ്ങളെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള ഭഗവാന്റെ ഓരോ ചേഷ്ടവിശേഷങ്ങൾ ലോകങ്ങൾക്കൊക്കെ ദേവന്മാർ പോലും കൊതിക്കുന്നതാണ് അല്ലേ. ഭഗവാന്റെ ലീല കാണാൻ ലോകങ്ങൾക്കൊക്കെ കൊതിയുളവാക്കുന്ന പിന്നെ പല പല ഭാവങ്ങൾ. പിന്നെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള എൻ്റെ ഹൃദയത്തിൽ ഇഷ്ടം പോലെ മുളച്ചു വളർന്നോട്ടെ. ആവിർഭവന്തു, ഇഷ്ടം പോലെ മുളച്ചു വളർന്നോട്ടെ എന്നാണ്. എപ്പോഴും ആ ചേഷ്ടാവിശേഷങ്ങൾ ഭക്തി നിമഗ്നവും നിർവൃതി ലോലുപവും ഒക്കെയായ എൻ്റെ മനസ്സിൽ എപ്പോഴും ആവിർഭവിച്ചു കൊണ്ടിരിക്കട്ടെ. ഭഗവാന്റെ ആ ലീലാവിലാസങ്ങൾ എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുമാറാകട്ടെ എന്ന്. വീണയും വേണുവും ഒക്കെ വായിച്ചിട്ട് ആ ലഹരിയിൽ ലയിച്ചങ്ങനെ പുഞ്ചിരി തോകുന്ന മുഖം, കമലത്തോടു കൂടിയ ആ ഭഗവാനേക്കാൾ മധുരമായി ഈ ലോകത്തിൽ ഞാൻ ഒരു വസ്തുവിനെയും കാണുന്നില്ല എന്നാണ് വില്വമംഗലം പറയണത്. ഇത്രയും മധുരതരമായിട്ട് വേറെ യാതൊന്നും ഈ ഭൂമിയിൽ ഇല്ല എന്നാണ് പറയണത്. നന്ദഗോപ പുണ്യക്കടലായ ഈ ശ്രീകൃഷ്ണനേക്കാൾ മാധുര്യമുള്ള മറ്റൊരു വസ്തുവിനെ ഞാൻ അറിയുന്നില്ല. അതൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നും കൂടി ഒരർത്ഥമുണ്ട്. എനിക്ക് ഈ ശ്രീകൃഷ്ണനെ മാത്രം അറിഞ്ഞാൽ മതി എന്നാണ്.
എല്ലാ ജനങ്ങൾക്കും ആഗ്രഹം തോന്നിക്കുന്ന പല പല വസ്തുക്കളും പലർക്കും പലതാണ് ആഗ്രഹം അല്ലേ? കണ്ടതെല്ലാം ആഗ്രഹിക്കുന്ന മനസ്സാണ് എല്ലാവർക്കും ഉള്ളത്. ഒരാളുടെ കയ്യിൽ എന്തെങ്കിലും നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും. ഒരു ഭംഗിയുള്ളൊരു വസ്തു കണ്ടിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് സ്വന്തമാക്കണം എന്നൊരു മോഹം, അതൊക്കെ മനസ്സിൻ്റെ ഒരു ചാഞ്ചല്യമാണ്. ഇങ്ങനെ പുഞ്ചിരി തൂകി മധുരവാക്ക് പറയുന്ന ശ്രീകൃഷ്ണനേക്കാളും മാധുര്യമുള്ളതായി എനിക്ക് വേറൊന്നിനോടും താല്പര്യമില്ല. ഈ ശ്രീകൃഷ്ണനോട് തോന്നുന്ന താല്പര്യം എനിക്ക് വേറൊന്നിനോടും തോന്നണില്ല, അല്ലെങ്കിൽ തോന്നിയിട്ടില്ല എന്നർത്ഥം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം. അടുത്ത ശ്ലോകം 8-ാമത്തെ നർക്കുടകം എന്ന വൃത്തത്തിലാണ്. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് വരും ഈ നർക്കുടകം. അതേതാണ് വൃത്തം? നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ ശ്രുതിഗീത തുടങ്ങുന്ന ശ്രുതിഗീത ഈ നർക്കുടകം എന്ന വൃത്തത്തിലാണ്. സുകൃതിഭിരാദൃതേ സരസവേണുനിനാദസുധാരസലഹരീ വിഹാരനിരവഗ്രഹകർണപുടേ വ്രജവരസുന്ദരീ മുഖസരോരുഹസന്മധുപേ മഹസി കദാനുമജ്ജതി മദീയമിദം ഹൃദയം. സുകൃതികളാദരം തരുമൊരാമുരളീനിനദം രസമൊടു കേൾക്കവേ മദമെഴും തവ കർണയുഗം. വ്രജയുവതീ മുഖാബ്ജമധുരം നുകരും മധുപം മമ ഹൃദയം ലയിക്കുമവനാണിവനിന്നഭയം. പുണ്യവാന്മാരാൽ ആദരിക്കപ്പെടുന്നതും നല്ല അതീവ രസമായിട്ടുള്ളതും ആയ ആ വേണുനാഥ അമൃതത്തിൻ്റെ ഓളങ്ങളിൽ ഒരു തടവുമില്ലാതെ ഒരു വിഘ്നവുമില്ലാതെ കേളിയാടുന്ന കർണപുടങ്ങളോട് കൂടിയതും. പിന്നെ അമ്പാടിയിലെ പരമസുന്ദരിമാരായ ആ ഗോപസ്ത്രീകളുടെ മുഖാരവിന്ദങ്ങളിലെ തേനുണ്ണുന്ന വരിവണ്ടാണ്. അമ്പാടിയിലെ ഗോപസ്ത്രീകളുടെ മുഖമാകുന്ന താമരപ്പൂവിലെ തേനുണ്ണുന്ന വരിവണ്ടാണ് ശ്രീകൃഷ്ണൻ എന്നാണ് പറയണത്. അങ്ങനെയുള്ളതുമായ ആ തേജസ്സിൽ എൻ്റെ ഹൃദയം എന്നാണാവോ മുങ്ങുക. ഗോപസ്ത്രീകളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനിൽ തൻ്റെ മനസ്സ് അലിഞ്ഞു ചേരണമേ എന്നാണ് വില്വമംഗലം പറയണത്. ഭഗവാൻ ഗോപസ്ത്രീകളുടെ മുഖാരവിന്ദത്തിൽ തേനുണ്ണുന്ന വരിവണ്ടാണ് എന്നല്ലേ പറഞ്ഞു. അതുപോലെ ഭഗവാനോട് എൻ്റെ മനസ്സ് എന്നാണ് ഒന്ന് അലിഞ്ഞു ചേരുക എന്നാണ് വില്വമംഗലം ചോദിക്കുന്നത്. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.